ഗുഡ് ഈവനിംഗ്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം തിരുവനന്തപുരത്ത് നിന്നാണ്, തലസ്ഥാന നഗരിയിൽ നിന്നാണ്. റിപ്പോർട്ടർ കുരുക്ഷേത്രത്തിന്റെ മൂന്നാമത്തെ എഡിഷൻ, അവസാനത്തെ അധ്യായമാണ് ഇന്ന് തിരുവനന്തപുരം നഗരിയിൽ എത്തി നിൽക്കുന്നത്. കൊട്ടിക്കലാശത്തിന് ഇനി 23 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പരിശോധിക്കുന്നു തിരുവനന്തപുരത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പം. വെൽക്കം ടു റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം തിരുവനന്തപുരത്ത് നിന്നും പൂജപ്പുരയിൽ നിന്നും. വെൽക്കം. ഇക്കുറി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ആര് വിജയിച്ചാലും അത് ചരിത്രമാവും. 3 തവണ പാർലമെന്റിലേക്ക് പോയി ഹാട്രിക് തികച്ച ശശി തരൂരിന് 4ാമത്തെ അവസരം കൊടുക്കുമോ തിരുവനന്തപുരം? അങ്ങനെ കൊടുത്താൽ എ ചാൾസിന് പോലും ലഭിക്കാത്ത ഒരു ആനുകൂല്യമായിരിക്കും ശശി തരൂരിന് ലഭിക്കുക. അതല്ല, BJP ആണ് പോകുന്നതെങ്കിൽ ഒ രാജഗോപാലും കുമ്മനം രാജശേഖരനും ശ്രമിച്ചിട്ടും കഴിയാത്തത് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചാൽ അതും ചരിത്രമാവും. പന്തിൻ രവീന്ദ്രനാണ് ഒരിക്കൽ കൂടി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ എം.എൻ. ഗോവിന്ദൻ നായർക്ക് പോലും സാധിക്കാത്തത് 2ാം തവണയും ഒരു CP നേതാവ് പാർലമെന്റിലേക്ക് പോകുന്ന ചരിത്രമാവും. ചരിത്രം കുറിക്കാൻ പോകുന്ന തിരുവനന്തപുരം യഥാർത്ഥത്തിൽ A ക്ലാസ് മണ്ഡലമാണ്. BJPക്കും ഒപ്പം തന്നെ ത്രികോണ മത്സരത്തിന്റെ പോര് സമ്മാനിക്കുന്നുണ്ട് 3 മുന്നണികൾക്കും. ആർക്കൊപ്പമായിരിക്കും തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ മനസ്സെന്ന് പരിശോധിക്കുന്നു. നമുക്കൊപ്പം LDFിൽ നിന്നും KS അരുൺ, UDFിൽ നിന്നും നേമം ഷജീർ, NDയിൽ നിന്നും തിരുമല അനിൽ, ഒപ്പം തിരുവനന്തപുരത്തെ വോട്ടർമാരും പൗരസമൂഹവും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം KS അരുണിലേക്ക്. KS അരുൺ, ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. LDFിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. LDFിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 തവണയായി നിങ്ങളെ കൈവിട്ടിരിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പക്ഷേ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യമുണ്ട്. 2ാമതാണോ 1ാമതാണോ എന്ന ചോദ്യമാണോ ഇപ്പോൾ ബാക്കി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ആശങ്കയുടെ കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്താണ് ഞങ്ങളുടെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളോട് റിപ്പോർട്ടർ TVയോട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അവർ തമ്മിൽ UDFും BJPയും തമ്മിലാണ് മത്സരം, LDFിൻ്റെ പ്രചരണ പ്രവർത്തനമൊന്നും വേണ്ടത്ര ശക്തമായി വന്നിട്ടില്ല എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് തന്നെ അത് തിരുത്തേണ്ടി വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തമാണ് എന്ന അനുഭവങ്ങളിൽ നിന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. ഇവിടെ UDFും LDFും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പന്തിയൻ രവീന്ദ്രൻ ഉജ്ജ്വലമായ വിജയം നേടുമെന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു മോദി വിരുദ്ധ മുന്നണിയാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ല ഇടതു മുന്നണി മത്സരിക്കുന്നതെങ്കിലും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പക്ഷേ കോൺഗ്രസിലെ കരുത്തനായ ശശി തരൂർ മത്സരിക്കുമ്പോൾ 4ാമത്തെ ഊഴം മോദിയെ ചെറുക്കാൻ ശശി തരൂരിനല്ലേ വോട്ടർമാർ വോട്ടിടൂ എന്ന ചോദ്യം പ്രസക്തമല്ലേ? മോഡി വിരുദ്ധ രാഷ്ട്രീയം എന്നാൽ BJP വിരുദ്ധ രാഷ്ട്രീയം എന്നാണല്ലോ. BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വോട്ട് വാങ്ങി നാളെ BJP പാളയത്തിലേക്ക് തന്നെ ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരാൾ വിജയിച്ചു പോകണോ വേണ്ടയോ എന്നുള്ളതാണ് തിരുവനന്തപുരം പാർലമെന്റ്. അത് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ്. ശശി തരൂർ എന്നോട് തന്നെ സംബന്ധിച്ചത് 2 തവണ BJP നേതൃത്വം ചർച്ച ചെയ്തിട്ടും താൻ BJPയിലേക്ക് പോയിട്ടില്ല എന്നാണ്. പക്ഷേ നാളെ വേണമെങ്കിൽ BJPയിലേക്ക് പൊക്കൂടെ? കാരണം KPCC പ്രസിഡന്റിന്റെ PA ഇന്ന് മനോജ് BJPയിലേക്ക് പോയി. നിങ്ങളുടെ ഗുജറാത്തിലെ സൂററ്റിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി ഇന്നലെ നാമനിർദ്ദേശ പത്രിക അദ്ദേഹത്തിന് തള്ളി. അവിടെ ഏക BJP സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു. അദ്ദേഹം നാളെ BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. എങ്ങനെ വിശ്വസിക്കും തിരുവനന്തപുരം ശശി തരൂരിനെ? തരൂരിനെ കഴിഞ്ഞ 3 തവണയായി കേരളത്തിലെയും തിരുവനന്തപുരത്തിലെയും ജനങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു വന്നത്. നമുക്കറിയാം, ഇവിടെ BJPയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, മാരാർ മത്സരിച്ചപ്പോൾ കൺവീനറായി കടന്നു വന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ BJPയിൽ നിന്നാണ് CPMലേക്ക് കടന്നു വന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഞങ്ങളെല്ലാവരും BJPയിലേക്ക് പോകുന്നു എന്നുള്ള പ്രചാരണം നിരന്തരമായി പ്രയോഗിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ ദിവസവും, കഴിഞ്ഞ ദിവസം അജീസ് അല്ലെങ്കിൽ 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച BJP MLA മാർ വരെ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരാൾ പോലും CPMയിലേക്ക് പോകുന്നില്ല. ഇവിടെ എപ്പോഴും CPM ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ്. ഇന്ന് പോലും PV അൻവർ MLA അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വാ തുറന്നാൽ പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്.
എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം പോലും ഇവർ ഉരിയാടുന്നില്ല? ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധതയ്ക്കെതിരെ, BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ ഞങ്ങളാണ് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഒന്ന് വാതുറക്കണ്ടേ? രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നു, രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നു, അദ്ദേഹത്തിന്റെ DNA പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇവർ ആരെയാണ് നേരിടുന്നത്? പക്ഷേ ആ ഫാസിസ്റ്റിനെ എതിരിടാൻ വേണ്ടി നിങ്ങൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ആ ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ? വയനാട്ടിൽ ഇവിടെയും CPM ഒരു ഫാസിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ സംഘടന എന്ന് രാഹുൽ ഗാന്ധി ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി ഞാൻ ചോദിക്കട്ടെ, അതെ, ഒരേ സമയം ഞാൻ പറയട്ടെ, ഫാസിസം എല്ലാ രീതിയിലും ചെറുക്കപ്പെടേണ്ടതാണ്. കേരളത്തിൽ CPM ഫാസിസം നടത്തില്ല എന്ന് പറയാനൊന്നും കഴിയില്ലല്ലോ. ഞാൻ ഇനിയും പറയുന്നു, വയനാട്ടിൽ രാഹുൽ വന്നതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ചോദിക്കട്ടെ, അത് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലും പ്രതിധ്വനിക്കുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ശരി, തെക്കൻ കേരളത്തിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ വരുന്നു. പക്ഷേ ഫാസിസത്തെ നേരിടാൻ നിങ്ങൾ 278 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. അതിൽ വളരെ കുറച്ച് മണ്ഡലങ്ങൾ BJPയുമായി നേരിട്ട് നിങ്ങൾ മത്സരിക്കുന്നുണ്ട്. അവിടെ ഒരിടത്ത് മത്സരിച്ചല്ലേ രാഹുൽ തന്റെ രാഷ്ട്രീയ സന്ദേശം വ്യക്തമാക്കേണ്ടിയിരുന്നത്? മത്സരിക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ വയനാട് അത് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. പാർട്ടി എടുത്ത തീരുമാനം വയനാട് മത്സരിക്കാനാണ്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചത് കണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? ഞാൻ ചോദിക്കട്ടെ, വയനാട് പോലും വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ ഇവിടെയുള്ള പിണറായി വിജയൻ കാണിച്ചതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി കാണിച്ചില്ലേ? തന്റെ പര്യടനം പോലും നിർത്തിവെച്ചുകൊണ്ട് ആ വന്യജീവി ആക്രമണം ഉണ്ടായ സമയത്ത് ഓടിയെത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി എല്ലാ രീതിയിലും, ഞാൻ പറയുന്നത്, ഈ കേരളത്തിൽ നിന്നൊരു രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് കേരളത്തിൽ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഫാസിസത്തെ നേരിടാൻ വയനാട്ടിൽ വന്ന് ആനി രാജയ്ക്കെതിരെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആനി രാജയെ പോലൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആനി രാജയ്ക്ക് അല്ലെങ്കിൽ ഇതിനെതിരെ മത്സരിക്കാൻ എന്താണ് പറയാനുള്ളത്? പിണറായി വിജയന്റെ പോലീസ് RSSന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറഞ്ഞതാണ് ആനി രാജ. ആനി രാജ തന്നെ പരോക്ഷമായി CPM പിന്നെ അല്ലെങ്കിൽ BJPയുടെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശരി ശരി, അങ്ങനെയാണെങ്കിൽ ശശി തരൂർ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കട്ടെ? ശശി തരൂർ BJPയിലേക്ക് പോകുമെന്ന് ചോദിച്ചു. അത് താങ്കൾ പോകില്ല. തരൂരിന്റെ നമുക്കറിയാം, വളരെ കാലമായ അദ്ദേഹത്തിന്റെ നിലപാട് നമുക്കറിയാം. കേവലം ഈ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ലല്ലോ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ദേശീയ തലത്തിലും കേരളത്തിലും, ആ നിലപാടുകളെല്ലാം നമ്മൾ വായിച്ചതാണ്. എവിടെയാണ് അദ്ദേഹത്തിന് ഫാസിസ്റ്റ്, അദ്ദേഹം അറിയപ്പെട്ടത് പോലും, ലോക ശ്രദ്ധ നേടിയത് പോലും, ഇന്നും ജനഹൃദയങ്ങൾ കീഴടക്കിയത് പോലും എന്താണ്? അദ്ദേഹത്തിന്റെ BJP വിരുദ്ധ നിലപാട് കൊണ്ട് ഹിന്ദുത്വവാദത്തിന്റെ നിലപാടിനെതിരെ പോരാടിയതിന്റെ പേരിലാണ്. ഞാൻ കേവലം ശശി തരൂർ ഫാൻസ് അസോസിയേഷൻ കൊണ്ട് തിരുവനന്തപുരം ഫാൻസ് അസോസിയേഷൻ അല്ലോ, വാസ്തവമല്ലേ? അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ കുമ്മനം രാജശേഖരനും രാജഗോപാലനും തിരുവനന്തപുരം കൊടുത്ത ഒരു അംഗീകാരം ഈ രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ വൻ ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് NDA ദേശീയ ജനാധിപത്യ സഖ്യം ഈ സമയത്തും പറയുന്നത്. കാരണം കഴിഞ്ഞ 2014 മുതൽ 2024 വരെ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിലും തിരുവനന്തപുരത്തും നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ ഇത്തവണ ജനങ്ങൾ വോട്ടർമാർ തിരഞ്ഞെടുക്കുന്നത് എന്ന് വളരെ അസന്നിഗ്ധമായി പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യമുണ്ട്, രണ്ടുപേരും ഇവിടെ മത്സരിക്കുന്ന ഏതൊരു രണ്ട് മുന്നണികളുണ്ട്. ഒന്ന് രാഷ്ട്രീയപരമായ ഒരു വിചിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇവർ തമ്മിൽ നടത്തുന്നത്. എന്തിനാണ് ഈ കേരളത്തിൽ ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള പോരാട്ടം നടത്തുന്നത്? ആർക്കെതിരെയാണ് ഇവർ തമ്മിൽ പോരാട്ടം നടത്തുന്നത്? BJPക്കെതിരെയാണ്. അത് നമ്മുടെ ഭാരതത്തിൽ മൊത്തം അങ്ങനെയാണ്, BJPക്കെതിരെയുള്ള പോരാട്ടമാണ്. എന്നാൽ പിന്നെ ഇവർ ഒരുമിച്ച് മത്സരിച്ചാൽ പോരെ? എന്തിനാണ് ഇപ്പൊ രണ്ട് ചേരിയിൽ നിന്ന് മത്സരിക്കുന്നത്? BJPയുടെ സ്പേസ് കേരളത്തിൽ നമുക്കറിയാം. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി സംഘടിതമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് BJP ഈ മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ എതിരാണ്, BJP ഒരു വർഗീയ പ്രസ്ഥാനമാണ്, അതൊരു ഹിന്ദു ഫാസിസ്റ്റ് മുന്നണിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തി ഈ നാട്ടിലെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ്. പ്രചരണം മാത്രമാണോ? ജലോറിലും പെൻസ്വാഡയിലും പ്രധാനമന്ത്രി പറഞ്ഞ വാചകം എന്താ? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ കൂടുതൽ സ്ത്രീകൾ, കുട്ടികളെ പ്രസവിക്കുന്നവരാണ്, അവർ ഈ രാജ്യത്തിന്റെ സ്വത്ത് ഒരുപക്ഷെ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുത്തേക്കാം. അങ്ങേറ്റം വർഗീയവും വംശീയവുമായ പരാമർശമല്ലേ പ്രധാനമന്ത്രി? ഞാനൊരു നല്ല മാധ്യമ പ്രവർത്തകനാണെന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഇന്ന് ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച നരേന്ദ്രമോദി സർക്കാരല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി? എന്നിട്ട് നരേന്ദ്രമോദി സർക്കാർ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെയൊന്നും മുസ്ലിം സമുദായത്തെ ഇനി ഒരു കാലഘട്ടത്തിലും BJPക്കെതിരാണ് എന്നുള്ള പ്രചരണം കൊടുത്ത് മുസ്ലിം സമുദായത്തെ അകറ്റി നിർത്താനുള്ള ആ ഒരു നടപടി നടക്കുവാൻ പോകുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യാം. പക്ഷെ അപ്പോഴും മണ്ണിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, നിങ്ങൾക്കെതിരെ ലത്തീൻ അതിരൂപത നിലപാടെടുത്തിട്ടുണ്ട്. അല്ലല്ല, അതൊക്കെ 3 അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്തത്. അല്ലല്ല, സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ലത്തീൻ അതിരൂപതയ്ക്ക്
അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, രാഷ്ട്രീയപരമായി തീരുമാനമെടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? അതായത് നിങ്ങൾക്ക് തീരദേശത്തേക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് വോട്ടില്ല, നിങ്ങൾക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വന്നാൽ വോട്ടില്ല, ശശി നഗരത്തിലേക്ക് വന്നാൽ ശശി തരൂരിന്റെ ഫാൻസ് ആണ്, കർഷകരുടെ ഇടയിലേക്ക് പോയാൽ പന്നിന്റെ വിന്തനാണ്. എവിടെയാണ് നിങ്ങളുടെ സ്പേസ്? ഇതൊക്കെ അന്ധമായ ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ്. തീരദേശ മേഖലയിൽ ശ്രീ അരുൺ പറയുന്നത് പോലെ BJPക്ക് കുറച്ച് വോട്ടുകൾ, അല്ലെങ്കിൽ അവിടെ നമ്മുടെ വളർച്ച വളരെ കുറവാണ് എന്നുള്ളത് അത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളടക്കം തീരദേശമടക്കം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി, NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു തീരുമാനം അവരും എടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കണക്കുകൂട്ടലുകളാണ് NDAക്കുമുള്ളത്. ഇനി നമുക്ക് വോട്ടർമാരിലേക്ക് പോകണം. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് പരസ്പരം ഉത്തരം നമുക്ക് അതിഥികളിലേക്ക് തേടാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം കടുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് ശശി തരൂർ വേഴ്സസ് പന്ന്യൻ രവീന്ദ്രൻ. ആരാണ് പാർലമെന്റിനെ പ്രതിനിധീകരിക്കുക? ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ കരുത്തരായ സ്ഥാനാർത്ഥികളും കരുത്തുറ്റ മുന്നണികളും രാഷ്ട്രീയം പറയുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ഇക്കുറി ആരെ തുണയ്ക്കുമെന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം വോട്ടർമാരിൽ നിന്ന് കൂടി നമുക്ക് ചോദിച്ചു വന്നാൽ എന്താ മണ്ഡലത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്? പൊതുവെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടതും വലതും ഒന്നാണ്. വാളയാർ വിട്ടവർ രണ്ടുപേരും ഒന്നാണ്. രാജീവ് ചന്ദ്രശേഖർ, അതായത് ജയിച്ചാൽ ഒരു നല്ല ഗവൺമെന്റ് അവിടെ ഉണ്ടാവും, കേന്ദ്രമന്ത്രിയെ കിട്ടും. രണ്ടാമത്തെ കാര്യം, നോർത്ത് ഇന്ത്യയിൽ സർവീസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ പെൻഷൻ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവിടെ പല കാരണങ്ങൾ കൊണ്ടും, ഞാനൊരു കർഷകനാണ്, എനിക്ക് 3 ഏക്കർ വസ്തുണ്ട്, എനിക്ക് കിട്ടൂല. എനിക്ക് 3 ഏക്കർ വസ്തുള്ള കിട്ടൂല. 4 സെന്റ് ഒരു വീടുള്ളവനാണ് കിട്ടുന്നത്, എനിക്ക് തരൂല. അത് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ അവിടെ കൃഷിയെ പേശിരിക്കുന്ന നിയമങ്ങളാണ്. പ്രധാനമന്ത്രി കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു തരൂല. രണ്ടാമത് രാജീവ് ചന്ദ്രശേഖർ വരണമെന്നാണ് അഭിപ്രായം. 100% സാർ. മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസം. മോദി ഗ്യാരണ്ടി മാത്രം. വലത് ഇടം ഒന്നാണ്. ഇവിടം ഭരിക്കാൻ പിണറായി വിജയൻ മതി. പക്ഷേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കുറച്ച് നാളായിട്ട് മോദി രണ്ടാം തുടർ ഭരണം നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. പക്ഷെ അത് കേരളത്തിൽ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കവിടെ അത്രയും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഇപ്പോ പാർട്ടി ഏതും ആയിക്കോട്ടെ, ഞാൻ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ പാർട്ടി ഈ 3 സ്ഥാനാർത്ഥികളിൽ വെച്ചിട്ട് തരൂർ തന്നെയാണ് വിജയിക്കാൻ ചാൻസും. തരൂർ വിജയിച്ചാൽ തന്നെയാണ് തിരുവനന്തപുരത്തിന് കൂടുതൽ സാധ്യതകളുള്ളത്. തരൂര് വിജയിച്ചു പോവോ ഇക്കുറിയും? സാധ്യതയുണ്ടോ? BJP ജയിക്കുന്നു. ചിത്രദുർഗയിലെ കർണാടകയിലെ ഇന്ദിരാഗാന്ധിക്ക് ഞങ്ങൾ പുനർജന്മം കൊടുത്തതാണ്. ആ സ്ഥലത്ത് ചിത്രദുർഗയിൽ കയറേ ചെയ്യുന്നില്ല. കർണാടകയിൽ ഏറ്റവും പിന്തുണ സ്ഥലമാണ് ചിത്രദുർഗ. ഇന്ദിരാഗാന്ധിക്ക് ജീവൻ കൊടുത്ത സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ മൈൻഡ് ചെയ്യാത്ത ഇവിടെ ചെയ്യും. ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് ജോലി കിട്ടണമെങ്കിൽ ഇങ്ങേരെ വിചാരിച്ചാലേ ജയിക്കാൻ ഒക്കുള്ളൂ. അല്ല, രാജീവ് ചന്ദ്രശേഖർ അങ്ങേരെ ആദ്യത്തെ BPL സെറ്റും ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന GB-യും എല്ലാം വിചാരിച്ച് ചെയ്തത് അങ്ങേരാണ്. ഇന്ന് കർണാടകയിൽ ചുറ്റും ഇന്ത്യ മൊത്തം സംസ്ഥാനത്തിൽ ചെയ്ത BJP സംസ്ഥാനത്തിൽ ചെയ്ത റോഡുകള്, വികസനങ്ങള് ഇവർ ഞങ്ങൾ ചെയ്തു. BJPക്ക് ചാൻസേ കൊടുത്തില്ല. I belong to Karmana. We have to go to Karnataka because we didn't have any jobs here. Okay. We have to go there. We have seen Karnataka. Now we are facing a lot of crisis. But government jobs are more in Kerala because PSC conducts more examination than Karnataka. They are not getting job. Though they are qualified, they are not being called. So Rajiv Chandrasekhar varanam. Definitely. Okay. എന്താണ് മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരോ ശശി തരൂരോ അതോ പന്ന്യനോ? മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല വ്യക്തികൾ തന്നെയാണ്. അക്കാഡമിക്കലായിട്ട് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ അക്കാഡമി പഠിച്ചു വന്നത് പന്ന്യൻ സഖാവ് തന്നെയാണ്. അതുകൊണ്ട് പന്ന്യൻ തന്നെ വരൂ. വിശ്വസിക്കാവുന്ന വരും മാത്രമല്ല, അതിനതീതമായിട്ട് ഓരോ സ്വീകരണ മേഖലയിൽ പോയി കഴിഞ്ഞാലും പേരെടുത്ത് പറയാന്നുള്ള ജനകീയത പന്ന്യൻ സഖാവിനുണ്ട്. അതിൽ സംശയമുണ്ടോ? അക്കാഡമി വേണ്ട, ജീവിതം തന്നെയാണ് അക്കാഡമി. സാധാരണപ്പെട്ട അവകാശം 3.5 വർഷം അല്ലെങ്കിൽ 40 മാസം കൊണ്ട് പാർലമെന്റിൽ സംസാരിച്ചത് പന്ന്യൻ സഖാവാണ്. 15 വർഷം കൊണ്ട് ശശി തരൂരിന് പറ്റിയതൊന്ന് പറഞ്ഞു തരുക. ഓക്കെ, എന്താണ് മണ്ഡലത്തിലെ അവസ്ഥ? ഇതേ സെയിം അവസ്ഥ തന്നെയാണ് പറയാനുള്ളത്. രാജീവ് ചന്ദ്രശേഖർ വന്നാൽ തൊഴിൽ കിട്ടും, ടെക്നോളജി വികസിക്കും, പ്രത്യേകിച്ച് IT മേഖലയിൽ വലിയ ഒരു തരംഗമുണ്ടാവും. ശശി തരൂർ വന്നാൽ അത് മധ്യമേഖലയ്ക്ക് വലിയ ഗുണമാണ്. ശശി തരൂർ വന്നാൽ 15 വർഷം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. 15 വർഷം തിരുവനന്തപുരത്ത് ഇവിടെ ഭയങ്കര വികസനം ഉണ്ടാകും, ലോകത്തോളം ഉയർത്തുമെന്നൊക്കെ പറഞ്ഞാൽ ശശി തരൂർ എന്നൊക്കെ പറഞ്ഞാൽ ശശി തരൂർ അധികാരത്തിൽ നമുക്ക് എല്ലാം അറിയാവുന്ന സാധാരണക്കാരനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശശി തരൂർ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് ശശി തരൂരിന് യാതൊരു കാരണവശാലും ഇവിടെ
ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ, തിരുവനന്തപുരത്തുള്ള സാമാന്യ ബോധമുള്ളവർ ആരും തന്നെ ശശി തരൂർ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പന്നിനാണോ സാധ്യത? പന്നിന് തന്നെയാണ് കൂടുതൽ. സാധാരണക്കാരന്റെ മനസ്സറിയുന്ന ഇത്രയും കഴിവുള്ള 3 വർഷം കാലം ഇവിടെ ഭരിച്ചുകൊണ്ട് 3 വർഷത്തെ തിരുവനന്തപുരത്തിന് ഒരു പേര് ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരു സഖാവാണ് പന്നിയൻ. അപ്പൊ പന്നിന്റെ വീട്ടിന് ഇക്കുറിയും പോകും. എന്താ സാധ്യത തിരുവനന്തപുരം മണ്ഡലത്തിൽ? ബിജെപിക്കുള്ള സാധ്യതയുണ്ടോ? പന്നിനാണോ രാജീവ് ചന്ദ്രശേഖരാണോ? ബിജെപിക്ക് സാധ്യതയില്ല. സാധ്യതയുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ്. നമുക്കറിയുന്ന പോലെ വിസിറ്റിംഗ് വിസയിൽ വന്ന സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ കാലങ്ങളിൽ സഹമന്ത്രിയായിരുന്ന ആൾ എന്ത് ഈ നാടിന് വേണ്ടി ചെയ്തു? ഈ നാട്ടിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇവിടെ കോർപ്പറേറ്റുകളാണ് നിൽക്കുന്നത്. അതിനിടയിൽ സാധാരണക്കാരന്റെ ശബ്ദം പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പന്നിയൻ രവീന്ദ്രൻ മാത്രമാണ്. ശശി തരൂർ 3 വർഷം തുടർച്ചയായി ഈ മണ്ഡലത്തിന്റെ ഹൃദയം കവർന്നയാളാണ്. ശശി തരൂർ 15 കൊല്ലക്കാലമായി ഇവിടെ നിൽക്കുകയാണ്. എവിടെയാണ് ബാഴ്സലോണ നഗരം? എവിടെയാണ് ഹൈക്കോടതി ബെഞ്ച്? ഇവിടെ ശശി തരൂർ കൊടുത്ത വീടുകൾ കൊടുത്ത അഭ്യർത്ഥനയിൽ പറയുന്ന 15 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ഹൈമാസ് ലൈറ്റ് മാത്രമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം ശശി തരൂരിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ, ശശി തരൂർ നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയ ഏറ്റുമുട്ടലുകൾ, പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ 18 എംപിമാരിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ അവിടെ അടക്കമുള്ള കാര്യത്തിലില്ല ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു കോൺഗ്രസിന്റെ എംപിമാർ പോലും അവിടെ ഇല്ല. പൗരത്വ നിയമ ഭേദഗതിയിൽ അങ്ങനെയല്ല. പൗരത്വ നിയമ ഭേദഗതിയിൽ ശശി തരൂരാണ് ഏറ്റവും കടുത്ത ഭാഷയിൽ സംസാരിച്ചത്. ഇവിടെ അയോധ്യ പ്രശ്നം വന്നപ്പോഴും പൗരത്വ ഭേദഗതിയുടെ വിഷയം വന്നപ്പോഴും അടക്കം ഇവിടുത്തെ കോൺഗ്രസിന്റെ നിലപാട്, അതായത് രാംലല്ലയുടെ ചിത്രം പങ്കുവെച്ച ശശി തരൂരിനെ വിശ്വാസമില്ല. ഇവിടെ പറയുകയാണ് ഏറ്റവും നല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് വയനാട്ടിൽ അദ്ദേഹത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്? രാഷ്ട്രീയ ചോദ്യം, തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചോദ്യം എന്താണ്? ജയിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് അയാളുടെ പ്രവർത്തനാക്കനാണ് ഈ നാട്ടിലെ. ജനകീയനാണ്, ജനങ്ങളെ നേതാവാണ്, തൊട്ടറിയുന്നു ആണോ? എന്താ മണ്ഡലത്തിലെ രാഷ്ട്രീയം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് പന്നിയൻ രവീന്ദ്രൻ വിജയിക്കും. കാരണം സഖാവ് 3.5 വർഷക്കാലം ഈ മണ്ഡലത്തിലെ എം പി ആയിരുന്നു. ഒട്ടനവധിയായ വികസന പ്രവർത്തനം സഖാവ് പന്നിയൻ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. എന്നാൽ കഴിഞ്ഞ 15 വർഷക്കാലം എം പി ആയിരുന്ന ശശി തരൂര് 4 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നു. ഒരു വികസന പ്രവർത്തനമോ ഒരു കേന്ദ്ര പദ്ധതിയോ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നില്ല. അതുപോലെ ബിജെപിയുടെ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് രാജ്യത്ത് ഒട്ടനവധിയായ ഗ്യാരണ്ടികൾ 2 കോടി തൊഴിലവസരം നൽകിയില്ല. അതുപോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുന്നു. ആ ഗ്യാരണ്ടി വിശ്വസിക്കാൻ കഴിയില്ല. എന്താണ് മണ്ഡലത്തിന്റെ ചിത്രം? മണ്ഡലത്തിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ? കാരണം 15 വർഷക്കാലമായിട്ട് ശശി തരൂരിവിടെ നിന്നിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഇവിടെ കാണാനില്ല. ഇവിടുത്തെ കോൺഗ്രസ് ഭാഗത്ത് ഒരുവരും കണ്ടതായിട്ട് ഇല്ല. പിന്നെ മിക്കവാറും സർവേകളെല്ലാം തന്നെ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാരിൽ വരുമ്പോൾ കേന്ദ്രത്തിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു കേന്ദ്രമന്ത്രി, അതാണ് തിരുവനന്തപുരത്തിന്റെ വികസനം, ഒരുപാട് വികസനം. രാജീവ് ചന്ദ്രശേഖർ വിജയിക്കണം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞതുപോലെ വിസിറ്റിംഗ് വിസയിൽ വന്ന സ്ഥാനാർത്ഥിയല്ലേ? പന്നിയൻ രവീന്ദ്രൻ നാട്ടുകാരനല്ലേ? എല്ലാ സ്ഥലത്തും ഇതുപോലെ പലരും തരൂർ ആദ്യം വന്ന വിസിറ്റ് വിസയിലല്ലേ? പക്ഷെ തരൂര് പിന്നെ തിരുവനന്തപുരത്തുകാരനായി. തിരുവനന്തപുരത്ത് തന്നെ ആയില്ല. തരൂരിനെ കാണാനില്ല. ഓക്കെ, തരൂരിനെ കാണാനില്ല എന്നാണ്. മണ്ഡലത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് സർ? മണ്ഡലത്തിന്റെ രാഷ്ട്രീയം ഒന്നും പറയാൻ സാർ. നല്ല കടുത്ത മത്സരമാണ്. എങ്കിലും ആർക്കാണ് അല്പമെങ്കിലും സാധ്യത? പന്നിയൻ ജയിക്കാനാണ് സാധ്യത. പന്നിന് സാധ്യതയുണ്ട് ഈ 3 സ്ഥാനാർത്ഥികളിൽ. പക്ഷെ പന്നിന് പിന്നിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമസിയുടെയോ നയതന്ത്ര വൈദഗ്ധ്യത്തിന്റെയോ ഒന്നും ഒരു ഭൂതകാലമില്ല. അത്ര കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അപ്പം മണ്ഡലം പന്നിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. മണ്ഡലം പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഓരോ പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭത്തിലായാലും കരമനയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ ഇതുവരെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ തിരുവനന്തപുരത്ത് വർഗീയ ശക്തികൾ ജയിക്കാൻ പാടില്ല. കാരണം തിരുവനന്തപുരത്ത് പാളയത്ത് ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും അമ്പലവും ഒരേ ചുറ്റുവട്ടത്താണ് ഇരിക്കുന്നത്. ഇതിനെ മതിൽ കെട്ടി താർക്കാൻ വർഗീയ ശക്തികൾ തിരുവനന്തപുരത്ത് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ BJP തിരുവനന്തപുരത്ത് ജയിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് തിരുവനന്തപുരത്തെ കുറിച്ച്. എന്താണ് സാർ വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് മണ്ഡലത്തിൽ? രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കട്ടെ. എന്തിനാ എതിർക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മതസൗഹാർദ്ദം തകരുന്നൊരു ഭയമുണ്ടോ? ഇദ്ദേഹം കൊണ്ടുവന്ന BPL അല്ലേ 500 രൂപയ്ക്ക് ഓരോരുത്തർ കാതിൽ വെച്ചോണ്ട് നേരത്തെ 500 രൂപ റിലയൻസ് ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കരങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. വൻ വികസനം. നരേന്ദ്രമോദിയുടെ കരങ്ങൾ വന്നാൽ നമ്മുടെ സമാധാനം പോകുമോ എന്നാണ് ഒരാൾ ചോദിച്ചത്. എവിടെ സാറേ സമാധാനം പോയത്? മണിപ്പൂരിൽ അത് വേറെ വിഷയമാണ്. ഇതിനു മുമ്പേ വിഷയമുണ്ട്. ഉത്തർപ്രദേശിൽ നിലവിൽ ഇപ്പൊ പ്രശ്നങ്ങളില്ല. ഇപ്പൊ കർണാടകയിലെ പള്ളിയിൽ അത് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തെലങ്കാനയിൽ സാറേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ ജയിക്കും.
നമുക്ക് വേണ്ടത് തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങളാണ്. ഈ 3 രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ നടത്തിയുള്ള വികസനങ്ങളെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്യാം. പിന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ് രാജീവ് ചന്ദ്രശേഖർ. വയനാട് വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വിസിറ്റിംഗ് വിസയിലാണോ വേറെ ഏത് വിസയിലാണോ വന്നിരിക്കുന്നത്? ഇവിടെ ഏതാണോ അറിയില്ല, അതും വിസയിലല്ലേ വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നതും വയനാട് സ്ഥാനാർത്ഥി വന്നത് എങ്ങനെ ചർച്ച ചെയ്താൽ മതി. തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച. ഈ 3 രാഷ്ട്രീയ പാർട്ടികളും തിരുവനന്തപുരത്ത് നടത്തിയ വികസനം പറയട്ടെ. പിണറായി വിജയൻ ആയിക്കോട്ടെ, കോൺഗ്രസ് തരൂരായിക്കോട്ടെ, BJPയുടെ നേതൃത്വം വികസനം ചർച്ച ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ നമുക്ക് വർഗീയത വേണ്ട, നമുക്ക് വർഗീയത വേണ്ട, വികസനം മതി. വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് സാധ്യത, രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പന്ന്യൻ രവീന്ദ്രന് സാധ്യതയോ അതോ ശശി തരൂരിനോ? ചോദ്യം കടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അതിഥികൾക്കൊപ്പം വോട്ടർമാരും പ്രതികരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിന്റെ രാഷ്ട്രീയ കാറ്റ് ആർക്കൊപ്പം? വോട്ടർ കുരുക്ഷേത്രം തത്സമയം പൂജപ്പുരയിൽ നിന്നും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ജീവിതാഭിലാഷങ്ങളെ, പ്രത്യേകിച്ച് വൈറ്റ് കോളർ ജോബുകളെയും സ്വപ്നങ്ങളുമായി കഴിയുന്ന ഒരു നഗരഹൃദയമുണ്ട്. തീരദേശത്തേക്ക് പോയാൽ കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന തീരദേശത്തെ മൈനോറിറ്റി വിഭാഗമുണ്ട്. ഒപ്പം മണ്ണിനോട് പടവെട്ടുന്ന കർഷകരുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ട് ഇതിൽ ഏതു വിഭാഗമാണ് നിശ്ചയിക്കുക? പ്രധാനപ്പെട്ട ചോദ്യമാണ്. കെ സരുൺ, നോക്കൂ, ഇവിടെ വന്ന പ്രതികരണങ്ങളിൽ 2 കാര്യങ്ങൾ വ്യക്തമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ട് വികസനത്തിനു വേണ്ടിയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നിശ്ചയമായും മന്ത്രിയാകാൻ സാധ്യതയുള്ള ശശി തരൂർ. അതല്ല, NDA ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നിശ്ചയമാകും മന്ത്രിയാകാൻ സാധ്യതയുള്ള രാജീവ് ചന്ദ്രശേഖർ. പന്ന്യൻ രവീന്ദ്രനും ഇടതുമുന്നണിയും മത്സരിക്കുന്നത് 60 സീറ്റുകളിൽ താഴെ മാത്രമാണ്. എന്ന് വെച്ചാൽ സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ ശേഷിയുള്ള 2 പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാവിനെയല്ലേ ഈ മണ്ഡലം തിരഞ്ഞെടുക്കൂ? വളരെ രസകരമായിട്ടുള്ള വാദഗതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിൽ കാണുന്നത്. BJP അവകാശപ്പെടുന്നത് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോയാൽ കേന്ദ്രമന്ത്രിയാകുമെന്നാണ്. ആറ്റിങ്ങലിലും ഇത് തന്നെയാണ് പറയുന്നത്, കൊല്ലത്തും പറയുന്നത് ഇത് തന്നെയാണ്. തൃശ്ശൂരിൽ പിന്നെ നേരത്തെ കേന്ദ്രമന്ത്രി പട്ടം ഉറപ്പിച്ച ആളാണ് മത്സരിക്കുന്നത്. പാലക്കാടും പറയുന്നത് ഇത് തന്നെയാണ്, എറണാകുളത്തും പറയുന്നതാണ്. അപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്ന BJPക്കാരെ മാത്രം ചേർത്തിട്ടൊരു കേന്ദ്രമന്ത്രിസഭ എവിടെ ഉണ്ടാകും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് BJP മറുപടി പറഞ്ഞേ പറ്റും. അപ്പോൾ ഏതെല്ലാം രൂപത്തിൽ ആളെ പറ്റിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. ഏതു പാർലമെന്റ് മണ്ഡലത്തിൽ പോയാലും അവിടെയെല്ലാം ഒരു കേന്ദ്രമന്ത്രിയെ വാഗ്ദാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര പച്ചയ്ക്ക് ആളുകളെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റിക്കാൻ കഴിയുന്നത് എന്നുള്ളത് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഒരു കാര്യം. ഒറ്റ ചോദ്യത്തിന് ഞാൻ വളരെ വേഗം മറുപടി എഴുതരാം. അനിൽ, ആ ചോദ്യത്തിന് സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം വേണം. നിങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും മന്ത്രിമാരുണ്ടാക്കുമെന്ന് അരുണിന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പ്രസ്താവന എവിടെയെങ്കിലും കേട്ടോ? അല്ല, ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം കേരളത്തിൽ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ഒരു അബദ്ധ ജഡിലമൊക്കെ ഈ വർത്തമാനം പറഞ്ഞ സമയം കളയുന്നതിന് പകരം എവിടെയാണ് തിരുവനന്തപുരത്ത്? ഞാനിപ്പോ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പറയുന്നു, അസന്നിഗ്ധമായി പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരിക്കും. അത് ഗവൺമെന്റ് തീരുമാനിക്കാൻ അല്ലല്ല, അത് ഗവൺമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനമാണ്. എവിടെയെങ്കിലും ജനങ്ങൾക്ക് അങ്ങനെ തെറ്റായ വാഗ്ദാനം കൊടുക്കുന്നു? അതൊരു ഗവൺമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ഗവൺമെന്റ് തീരുമാനിക്കും ആരാണ് മന്ത്രിയാവേണ്ടത്. BJPക്ക് ധൈര്യമായി പറയാം. എന്താണെന്നറിയോ, ഇവരാരും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഏറ്റവും നിശ്ചയമുള്ളത് കേരളത്തിലെ BJPക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ജയിച്ചാൽ മാത്രമേ മന്ത്രിയാക്കേണ്ടുന്ന പ്രശ്നമുള്ളൂ. ഇവരാരും ജയിക്കാൻ പോകുന്നില്ല എന്ന് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് എങ്ങനെ വേണേലും വാഗ്ദാനം കൊടുക്കാം. ഒരു കാര്യം പറ്റും. കഴിഞ്ഞ തവണ നോക്കൂ, ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് രാജഗോപാൽ കാഴ്ചവെച്ചത്. 10,000 ഭൂരിപക്ഷേ ഉള്ളൂ. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കുന്നു. ഓ രാജഗോപാലിനെയും ഈ രാജീവ് ചന്ദ്രശേഖരനെയും തമ്മിൽ സാധാരണ BJP പ്രവർത്തകരോട് താരതമ്യം നടത്തുമല്ലോ. പണ്ട് കൃഷ്ണമേനോൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് UDF ആ താരതമ്യം നടത്തിയതിനു ശേഷം ഈ മണ്ഡലത്തിലെ BJPക്കാരോട് തീരുമാനം എടുക്കും. ആ തീരുമാനം എന്താന്നുള്ളത് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം. BJPക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, ജനങ്ങളുടെ കാര്യമല്ല. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ടായിരിക്കും എന്നാണോ പറയുന്നത്? ഈ പാർലമെന്റ് മണ്ഡലത്തിലെ BJPക്കാർ രാജഗോപാലിനെയും കുമ്മനം രാജശേഖരനെയും അവരുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും വെച്ചിട്ട് താരതമ്യം നടത്തി BJPക്കാരോട് തീരുമാനം എടുക്കും. ആ തീരുമാനം എന്താന്നുള്ളത് 4-ാം തീയതി എണ്ണുമ്പോൾ കാണാം. അത് എന്റെ സുഹൃത്ത് തിരുമല അനിലിന് നല്ല വിജയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു ചോദ്യങ്ങൾക്കൊപ്പം എനിക്കൊരു ചോദ്യം കൂടി ഉണ്ട്. ഇന്നലെ നടനായിരുന്ന പ്രകാശ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇടത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നില്ല. ഞങ്ങൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ എങ്ങനെ തരൂരിനെ വിശ്വസിക്കും? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ മോഡിയാണെന്ന് പറയുന്ന ബാബറി മസ്ജിദ് അതേപടി പൊളിച്ച് ഇവിടെ നിന്ന് മാറ്റി വച്ചിരുന്നെങ്കിൽ മുസ്ലിം സഹോദരന്മാരെ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ച ഒരാൾ, പകുതി RSS മനസ്സുള്ള ഒരാളിനെ
മതനിരപേക്ഷ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പോരാട്ടത്തിൽ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? പക്ഷേ ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മോദിക്കെതിരെ പോരാട്ടം നയിച്ചാണ്. ആര് നയിച്ചു എന്നാണ് പറയുന്നത്? ശശി തരൂർ. ആര് നയിച്ചു? പൗരത്വ നിയമ ഭേദഗതി മോഹൻ ഭാഗവത്, RSSന്റെ തലവൻ മോഹൻ ഭാഗവത് പോലും ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അതേപടി പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ഒരു പ്രസ്താവന ഇന്ത്യയിൽ നടത്താൻ ധൈര്യം കാണിച്ചില്ല. മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പരസ്യമായി മുസ്ലിം സഹോദരന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് അതേപടി പൊളിച്ച് മാറ്റിവെച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് RSSന്റെ മനസ്സാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ്. പാതി RSSന്റെ മനസ്സാണ് ശശി തരൂർ എന്നാണ് പറയുന്നത്. സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് EMS അല്ലേ, അവരുടെ പരമ്പരയല്ലേ? ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ പറയട്ടെ, ഇവിടെ നമുക്ക് ഫാക്ട് വെച്ച് സംസാരിക്കാം. ഇവർ വലിയ RSSനെതിരെ പോരാട്ടം നടത്തുന്നവരാണെന്നല്ലോ പറയുന്നത്. നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ CPM നേതാക്കളുടെ അല്ലെങ്കിൽ പിണറായി വിജയനെ ഒന്ന് വേട്ടയാടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ RSSനെതിരെ, ഞാൻ പറയട്ടെ, RSSനെതിരെ സംഘപരിവാറിനെതിരെ വേട്ടയാട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെയൊക്കെ നരേന്ദ്രമോദി എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു വേട്ടയാടൽ. എന്നിട്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടാത്തത്? രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ 175 കോടി കൊടുത്ത രാഹുലിന്റെ അളിയനെ അളിയൻ കൊടുത്ത ബോണ്ടിന്റെ കഥയുണ്ടല്ലോ. രാഹുൽ ഗാന്ധി വേട്ടയാടലിൽ ആരാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയല്ലേ. ഇനി ഞാൻ ചോദിക്കുന്നത്, എവിടെ ഫ്രീസ് ചെയ്തു? ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തില്ല. ഇനി പറയട്ടെ, ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ ആദ്യം പ്രതികരണം നടത്തുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പോലും നരേന്ദ്രമോദി പറഞ്ഞതെന്താണ്? ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വത്ത് തട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്തോ പിണറായി വിജയന്റെ വായിലെ നാവ് വിഴുങ്ങിപ്പോയോ? സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, എവിടെ സംസാരിച്ചു? ഡൽഹി പോലീസിൽ ആദ്യ പരാതി പോയത് CPM ഇന്ത്യ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എത്രയോ സംഭവങ്ങളുണ്ടായി RSSനെതിരെ അല്ലെങ്കിൽ RSS ഇവിടെ നടത്തുന്ന വേട്ടയാടലിനെതിരെ എത്രയോ ഇവിടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. CA അടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തരൂർ നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ പറയട്ടെ, 6ാമത്തെ പേജിലുണ്ട്. ഞാൻ പറയട്ടെ, ഉണ്ട് AC വേണുഗോപാൽ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പോലെ ചിദംബരം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞല്ലോ, അത് CA എടുത്തു മാറ്റുമെന്ന് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. എന്താണ് പൗരത്വ നിയമ ഭേദഗതി എന്നൊരു വാക്ക് വന്നാൽ മാനിഫെസ്റ്റോയുടെ നീളം കൂടും. പൗരത്വ ഭേദഗതി നിയമം തന്നെ റദ്ദാക്കുമെന്ന് വളരെ വ്യക്തമായി പിന്നീടല്ലോ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ഈ രാജ്യവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ മുഴുവൻ നിയമങ്ങൾക്കെതിരെയും കോൺഗ്രസ് അല്ലാതെ പിന്നെ ആരാണ് പോരാട്ടം നടന്നത്? ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ വളരെ ഇവിടെ പിണറായി വിജയനും അല്ലെങ്കിൽ CPM ആണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി പിണറായി വിജയനെയും CPM തലോടുന്നത്, അവരെ പിടിച്ച് ജയിലിടാത്തുന്നത്? നമുക്കറിയാം ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നത്. ഞാൻ പറയട്ടെ, ഗൗരി ലങ്കേഷ് നമുക്കറിയാം വെടിവെച്ച് കൊന്നത് എന്തിനാണ്? നരേന്ദ്രമോദിയുടെ എന്താണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ RS നിലപാടിന് പോരാടിയവരാണ്. സഞ്ജീവ് ഭട്ട് പറയട്ടെ, ജയിലിലിട്ടു. കൽബുർഗി ജയിലിലിട്ടു. ഞാൻ ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി ജയിലിലിട്ടു. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ചിദംബരത്തിന് ജയിലിലിട്ടു. DK ശിവകുമാറിനെ ജയിലിലിട്ടു. എന്തിനാണ് അവരെ ജയിലിട്ടത്? ഇവിടെ CPMന്റെ ഒരാളെ പിടിച്ച് ജയിലിടാൻ നരേന്ദ്രമോദി കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നിങ്ങൾ വെറുതെ നരേന്ദ്രമോദിക്ക് ഒരു ഭീഷണി എന്ന് തോന്നിയാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും CPM ഒരു ഭീഷണിയുമല്ല. അതുകൊണ്ടാണ് അവരെ തൊടാത്തത്. ഉത്തരവ് അദ്ദേഹം തന്നെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ന് പറയുന്ന ആളുണ്ടല്ലോ, റോബർട്ട് വദ്ര, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, അദ്ദേഹം കൊടുത്ത ബോണ്ടിന്റെ കണക്കൂടെ പറയണം. വയനാട്ടിൽ റോബർട്ട് വദ്രയുടെ അളിയനല്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. റോബർട്ട് വദ്രയുടെ അളിയനാണോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയല്ലേ? എന്തെങ്കിലും ആനുകൂല്യം വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി ഒഴിവാക്കി കൊടുത്തു എന്നതാണ് ആരോപണം. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി ബോണ്ട തിന്നുന്നു, അളിയൻ ബോണ്ട് കൊടുത്തിട്ട് BJP സ്വാധീനിക്കുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വയനാട്ടിലെ ആളുകൾ 4.5 ലക്ഷത്തിന് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു.
ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഈ ബോണ്ട് വന്നത് അതിന് ശേഷമാണല്ലോ, നമുക്ക് കാണാം. ഈ തെരഞ്ഞെടുപ്പ് എങ്കിൽ പോലും നോക്കൂ, 4000 കിലോമീറ്റർ ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും മഞ്ഞും മഴയും കാറ്റും ഒക്കെ ഏറ്റു നടന്നൊരു മനുഷ്യന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി. മണിപ്പൂരിൽ മനുഷ്യനെ ചേർത്ത് പിടിച്ചില്ലേ? മണിപ്പൂരിൽ ചേർത്ത് പിടിച്ചില്ലേ? ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദിയായ പാർട്ടി, ഈ രാജ്യത്തെ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം രാമക്ഷേത്രം പണിയാൻ പോകുമ്പോ അതിന്റെ ഭൂമി പൂജയ്ക്ക് വിളിക്കാത്തതിൽ പരിഭവിച്ചവരുടെ പാർട്ടി. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള നിലപാടും സ്വീകരിക്കാത്ത ആൾ എന്നിട്ടും ഇന്ത്യ ഒന്നാകെ നരേന്ദ്രമോദിക്കെതിരെ ഒരൊറ്റ പാർട്ടിയുടെ ചിഹ്നം ഉയർന്നാൽ അത് കൈപ്പത്തി ചിഹ്നം മാത്രമല്ലേ ഉള്ളൂ. ഇന്ത്യ മുഴുവൻ നിങ്ങൾ എവിടെയാണ്? ത്രിപുരയിൽ എവിടെ? പശ്ചിമ ബംഗാളിൽ എവിടെ? ബീഹാറിൽ നോക്കൂ, ആന്ധ്രയിൽ നോക്കൂ, തമിഴ്നാട്ടിൽ നോക്കൂ. രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ഒരു ജൂനിയർ പാർട്ണറായി മത്സരിക്കുന്ന കോൺഗ്രസിനെയാണ് അങ്ങ് കാണുന്നത്. 1% CPM ആണെന്ന് പറയുന്നത് ആലോചിക്കണം. 1% CPM, 1%. അനിൽ ഒറ്റ കാര്യം, അനിൽ അവസരം കിട്ടിയില്ല. അനിൽ, ഈ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പന്ന്യൻ രവീന്ദ്രൻ ഒരു പക്ഷേ വലിയ ടെക്നോക്രാറ്റ് ആയിരിക്കില്ല, അദ്ദേഹം വിശ്വപൗരനായിരിക്കില്ല, പക്ഷേ വിശ്വസിക്കാവുന്ന പൗരനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താ ശ്രീ അരുൺ, ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ പറയുന്നത്? വിസിറ്റിംഗ് വിസയാണെന്നാണ് ഇവിടെ. വിസിറ്റിംഗ് വിസയോ? ഞാൻ ചോദിക്കട്ടെ, ശശി തരൂർ ആദ്യം വന്ന സമയത്ത് ജനങ്ങൾ അംഗീകരിച്ചത് അദ്ദേഹം വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടല്ലേ? രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം സ്ഥലം എവിടെയാ? അദ്ദേഹം മലയാളിയല്ലേ? അദ്ദേഹം കുറച്ചു കാലം മറ്റൊരു സംസ്ഥാനത്തിൽ തൊഴിൽ ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ ജനപ്രതിനിധിയായി പോയെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മലയാളികൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് സാഹചര്യത്തിലാണ് ഈ പറയുന്നത്? ഞാൻ വളരെ അടിവരയിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാട്ടിലും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതാൻ പോവാണ്. യാതൊരു സംശയവുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ അവർ വിശ്വസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രസ്നേഹം എന്താണെന്ന് പരിശോധിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന നികുതി പോലും മടക്കാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തോട്ടിൽ ഇത് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദാനി അടക്കമുള്ള രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ 90% സ്വത്തും. പക്ഷെ രാജ്യത്തിന്റെ നികുതി അടവ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ, പക്ഷെ നികുതി അടയ്ക്കുന്ന ആദ്യ പത്തിൽ പോലും വിവരമില്ല. ഇവർ നേരത്തെ പറഞ്ഞ വിശ്വാസം എവിടെയാണ്? ഇവിടെ വിഴിഞ്ഞം പദ്ധതി വരുന്നു, ആ വിഴിഞ്ഞത്തിലൂടെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് ആ കച്ചവടക്കാരനെ ഇവിടെ എഴുന്നള്ളിപ്പിച്ചത്. അല്ലാതെ അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ്? ടെക്നിക്കലായിട്ടുള്ള ഞാൻ പറയട്ടെ, എവിടെയാണ് തരൂരെന്ന് ചോദിച്ചു. അതിന് നിങ്ങൾ എന്താണ് തരൂർ ഇവിടെ ചെയ്യുന്നു എന്ന് വാദോരാതെ പറയുന്നു. ടെക്നിക്കലി പറയാം, അദ്ദേഹത്തിന്റെ 90% ഫണ്ട് വിനിയോഗിക്കപ്പെട്ടു എന്ന് സാങ്കേതികമായി തെളിയിക്കപ്പെട്ടു. ഹാജർ നില 90%. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഹാജർ നില എത്രയാണ്? 86 താഴെയാണ്. ഫണ്ട് വിനിയോഗം എത്രയാണ്? 50% താഴെയാണ്. അപ്പോൾ സാങ്കേതികമായി നമുക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലും ഈ നമ്മളെ ശശി തരൂരിന്റെ 7 അയലത്ത് പോലും കേന്ദ്രമന്ത്രിയായിരുന്നു രേഖകളിൽ ശശി തരൂരിനേക്കാൾ പിന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മന്ത്രിസഭയിൽ വളരെ തെളിയിച്ച ഒരാളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഇവിടെ എന്താണ് പറയുന്നത്? അദ്ദേഹം കോടിപതിയാണ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേറ്റ് ആണെന്നൊക്കെ പറയുന്നു. ശശി തരൂർ എന്താണ്? കോർപ്പറേറ്ററും അദ്ദേഹത്തിന് സാമ്പത്തികമായി സ്ഥിതി ഒന്നുമില്ല. ഇവിടെ ഒരാൾ സാമ്പത്തികമായി ഉന്നതിയിലായിപ്പോയി എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ അടച്ചധിക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അദ്ദേഹം ഏതെങ്കിലും അഴിമതിയിൽപ്പെട്ട ഒരാളാണോ? അദ്ദേഹം ഏതെങ്കിലും സുഖലോലുപത നേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയ ആളാണ്? എന്റെ അവസരം ഒരു ദേശാടന നിയമവ്യവസ്ഥയുണ്ട്. അത് മന്ത്രിയായാലും സാധാരണപ്പെട്ട ആളായാലും നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമത്തിൽ ഞാൻ സംസാരിച്ചു. ശരി, ഇവിടെ ശശി തരൂരിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഒരു ദേശാടന പക്ഷിയെ പോലെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ പോയി ഏതെങ്കിലും വെളിരാജ്യങ്ങളിൽ പോയി സുഖലോലിതമെല്ലാം അനുഭവിച്ച് തിരിച്ചു വന്ന് വീണ്ടും ഓരോ വർഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങളെ വോട്ട് വാങ്ങിച്ച് വീണ്ടും അധികാരത്തിൽ പോകാന്നാണോ? നടക്കാൻ പോകുന്നില്ല. അത് നടക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദി കർഷകന് വെടിവെച്ച് കൊന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദി ഇവിടെയുണ്ട്. നമുക്കറിയാം, പുൽവാമയിൽ ഭീകരമായി ആക്രമിക്കപ്പെട്ട പട്ടാളക്കാർ മരിച്ചു വീണപ്പോൾ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദി നമ്മുടെ മുന്നിലുണ്ട്. കത്വയിൽ പോകാത്ത നരേന്ദ്രമോദി ഇവിടെയുണ്ട്. ഹാത്രസിൽ പോകാത്ത നരേന്ദ്രമോദിയുണ്ട്. ഈ രാജ്യത്ത് ഒരു ദുരന്തത്തിൽ പോലും നേരിട്ട് വരാത്ത നരേന്ദ്രമോദി അല്ലാതെ വേറെ ആരാണ്
ഇവിടെ ദേശാഭിമാനി രാഹുൽ ഗാന്ധി പോകാത്ത 10 വർഷം ഇവ ഈ രാജ്യത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ചേർന്ന് നിന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അല്ലല്ല, നിങ്ങൾ മണിപ്പൂരിൽ ഈ നരേന്ദ്രമോദി, നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കുക, മണിപ്പൂരിൽ നരേന്ദ്രമോദി വന്നാൽ പ്രശ്നം തീരുമെന്നാണോ ശ്രീ അരുണും ഇവരൊക്കെ പറയുന്നത്? അല്ല, അപ്പൊ നിങ്ങൾ ഒരു കാര്യം അസന്നിഗ്ധമായി സമ്മതിച്ചോ? തന്റെ പ്രധാനമന്ത്രി വന്നാൽ പോലും പരിഹരിക്കപ്പെടില്ല എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമല്ലേ, നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണോ മണിപ്പൂരിലെ ഈ കലാപമാണോ? ഞാൻ പറയട്ടെ മണിപ്പൂരിലെ വിഷയത്തെ കുറിച്ച് അങ്ങ് വേവലാതിപ്പെടണ്ട. നീ കേരളം അല്ലല്ല കേരളത്തിലുള്ള കേരള സംസ്ഥാനത്തിൽ അങ്ങനെ നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടണ്ട. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം കണ്ടു കഴിഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അത്തരത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ ഒരു മണിപ്പൂർ വിഷയം മാത്രം ഉയർത്തിക്കാട്ടി ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ ചിത്രത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. മണിപ്പൂർ വിഷയത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഖേദം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരി. തെലങ്കാനയിൽ സെന്റ് തെരേസാസ് സ്കൂളിലേക്ക് കയറി അവിടെ വൈദികനെ അടക്കം ജയ് ശ്രീറാം വിളിപ്പിച്ച് മർദ്ദിച്ചതിനെതിരെ നിങ്ങളെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം പ്രസ്ഥാനത്തിന്റെ പുറത്തൊന്നും വെച്ച് കെട്ടരുത്. തെലങ്കാനയിൽ അത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോ നരേന്ദ്രമോദിയെ കുറ്റക്കാരനാക്കാൻ പാടില്ല. ഒട്ടേറെ ചോദ്യങ്ങളും വിമർശനങ്ങളുമുണ്ട്. 3 മുന്നണികൾക്കും ഉയർത്താൻ പ്രതീക്ഷകളുമുണ്ട്. ആർക്കൊപ്പമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം? ഇടവേളയ്ക്ക് ശേഷം വോട്ടർമാർ പറയും. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പൂജപ്പുരയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വമ്പന്മാരുടെ കൊമ്പൊടിക്കുകയും കൊമ്പന്മാരെ തിടമ്പേറ്റുകയും ചെയ്ത മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഏറ്റവും കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ, 3 മുന്നണികൾ ശക്തമായ പോരാട്ടത്തിലാണ്. ആർക്കൊപ്പമാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ്? എന്താണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ്? ഇവിടെ നമ്മുടെ ശ്രീ ശശി തരൂർ തന്നെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മനസ്സ്. എന്തുകൊണ്ടെന്നുള്ള ചെയ്ത വികസന പ്രവർത്തനം, കരമന കളിയിക്കാവുള്ള ദേശീയപാത, നമ്മുടെ ബൈപ്പാസ് കാരോട് കഴക്കൂട്ടം ബൈപ്പാസ്, പിന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ നിസാൻ എന്നുള്ള കമ്പനി ടെക്നോ പാർക്കിനകത്ത് ശശി തരൂർ എന്ന MP-യുടെ ഒരേ ഒരു പ്രയത്നം കൊണ്ടാണ് ഇവിടെ വന്നത്. നിസാൻ എന്ന കമ്പനി അതിൽ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് ആ ടെക്നോ പാർക്കിനകത്ത്. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ വന്നു. ശശി തരൂർ വന്നാൽ നാട് വികസിക്കുമെന്നാണ്. നാട് വികസിക്കും. ഓക്കെ, അങ്ങനെ തന്നെയാണോ? പറഞ്ഞോ. ഇതൊരു കുപ്പിയാണ്. ആ കുപ്പിയാണ് 50 രൂപയ്ക്ക് ഇതിന്റെ അകത്ത് ഒരു പെട്രോൾ വാങ്ങിച്ചു തന്നെ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന്. ഈ കുപ്പി ഇതാ ഇവിടെ വയ്ക്കുകയാണ്. ആ കുപ്പി നിറയ്ക്കരുത്. ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം, പക്ഷെ ആരേ കാണത്തുള്ളൂ. 1 ലിറ്റർ 50 രൂപ. BJP പ്രതിയോട് 1 ലിറ്റർ പെട്രോളിന് 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് BJP സർക്കാർ ആണോ അല്ലയോ? അങ്ങനെ പറഞ്ഞിരുന്നോ സാർ എപ്പോഴെങ്കിലും? അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല. നരേന്ദ്രമോദി കുഴിച്ചെടുക്കുന്ന സാധനമാണ് പെട്രോൾ എന്നാണ് എന്റെ സഹോദരൻ വിചാരിക്കുന്നത്. നരേന്ദ്രമോദി ഏതാണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമാണെന്ന്. ഈ അന്താരാഷ്ട്ര നിലവാരത്തിൽ എപ്പോഴാണോ പെട്രോളിന്റെ വില കൂടുന്നത് അപ്പൊ കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് കുറയ്ക്കാത്തത്. കുറച്ചിട്ടുണ്ടോ? ക്രൂഡ് ഓയിലിന്റെ വില 105 ഉണ്ടായിരുന്നപ്പോ നമുക്ക് 55 രൂപയ്ക്ക് പെട്രോൾ കിട്ടി. ക്രൂഡ് ഓയിലിന്റെ വില 87 ആയപ്പോ നമുക്ക് 107 രൂപ. നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു പ്രസ്ഥാനത്തെ അടച്ചധിക്ഷേപിക്കാൻ എന്തെങ്കിലും ചോദിക്കുന്നതേ, മോദി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോൾ. മോദി പറഞ്ഞ ഒരു കാര്യം ചോദിക്കാം. 15 ലക്ഷം രൂപ വെച്ച് അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് 10 കൊല്ലമായി. എവിടെയാണ് മോഡി തരാന്ന് പറഞ്ഞ പൈസ? പിന്നെ ഞങ്ങൾക്കെല്ലാം മോഡിയെ വിശ്വാസമാണ്. കാര്യം പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്ന ഒരു കാര്യത്തിൽ മോദിയെ വിശ്വാസമാണ്. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞു. 50 രൂപ പെട്രോളിന് കുറയുമെന്ന് പറഞ്ഞു. തുടങ്ങിയ സേവിങ്സ് അക്കൗണ്ട് ഇപ്പൊ എത്രയുണ്ട്? ഒന്നുമില്ല, സീറോ ആണ്. എല്ലാ വർഷവും തൊഴിലവസരം 3 ലക്ഷം തൊഴിലവസരം എവിടെയാണ്? ചേട്ടൻ കുറച്ചെടുത്ത് യുവാക്കൾക്ക് ജോലി പ്രതിവർഷം 3 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ടാണ് നിങ്ങൾ ഈ മറുപടി പറയാൻ വേണ്ടി. അടുത്ത് BJP-യുടെ ഒരു വലിയൊരു ചോദ്യമുണ്ട്. ഈ എല്ലാ പോസ്റ്ററിലും മോഡി ഗ്യാരണ്ടി എന്ന് കാണുന്നു. ഈ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് പണ്ട് 2020 ഗുജറാത്തിൽ ട്രംപ് വന്നപ്പം ചേരി കാണാതിരിക്കാൻ വേണ്ടി വലിയൊരു മതിൽ കെട്ടി മറിച്ച ആ വികസനമാണോ ബോഡി ഗ്യാരണ്ടി എന്ന് ആ ചേട്ടൻ ഒന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ, ഈ വികസനത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ തിരുവനന്തപുരം പാർലമെന്റിൽ മാത്രം 2 പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവന്നത് ശശി തരൂരാണ്.
അല്ലെന്ന് BJP പ്രതിനിധിക്കോ CPM പ്രതിനിധിക്കോ പറയാൻ പറ്റുമോ ചോദിക്കണം. 2 പാസ്പോർട്ട് ഓഫീസ്, ചെറുപ്പക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായ പാസ്പോർട്ട് ഓഫീസ് 2 എണ്ണം. UAE കോൺസുലേറ്റ് മണക്കാട് കൊണ്ടുവന്ന UAE കോൺസുലേറ്റ് ശശി തരൂരാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒട്ടനവധി വികസന നരേന്ദ്രമോദി സർക്കാർ ശശി തരൂരിനോട് വിവേചനം കാണിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നില്ല. കേന്ദ്ര സർക്കാർ ഞാൻ ചോദിക്കുന്നത് ഇവിടെ 5 വർഷം MLA ആയിട്ട് രാജഗോപാൽ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എന്ത് വികസനമാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് അന്വേഷിച്ചോക്കണം. നിങ്ങൾ അന്വേഷിച്ചോക്കണം. ഓക്കെ മണ്ഡലത്തിലെ രാഷ്ട്രീയം പറഞ്ഞോളൂ. ശശി തരൂർ ജയിക്കൂല? ജയിക്കും. എന്തുകൊണ്ട് ജയിക്കും? കാരണം ശശി തരൂരിന്റെ പോലെ വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർ വേറെ വിഷണറിയാണ്, ഭാവനാ സമ്പന്നനാണ് അല്ലേ? ശശി തരൂർ സാധ്യതയുണ്ട്. എന്താ സാറേ, ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ 1.5 വർഷക്കാലം പാവപ്പെട്ട കർഷകരെ റോഡിലിട്ട് വലിച്ചഴച്ച തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ. ഇല്ലെന്നുള്ള ഈ നാട്ടുകാർ ഇരിക്കുന്ന ആരെങ്കിലും പറയട്ടെ. 700 കർഷകർ മരിച്ചു ലഖിംപൂർ അല്ലേ? 700 കർഷകർ മരിക്കുകയും ചെയ്തു. പിന്നെ എത്രയോ അമ്മമാരുടെ കാലുകൾ കീറി പൊളിഞ്ഞ് നമ്മുടെ പത്രങ്ങളിൽ കണ്ടില്ലേ? കാലുകൾ ചോര ഒളിച്ച് നമ്മൾ വോട്ടായിട്ട് വന്നാൽ വോട്ടായി ഇടതുപക്ഷത്തിന് വോട്ടായിട്ട് വരും. ഇടതുപക്ഷം ഇന്ത്യ ഭരിക്കുന്നോ ഇല്ലേ എന്നല്ല, നമ്മുടെ അമ്മമാരുടെ ആരെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി ചോര പൊളിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണീര് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി വോട്ടായി നമ്മൾ അവർക്കെതിരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണോ? ഉറപ്പായിട്ടും ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ജയിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണകൂടം ഈ രാജ്യത്തെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരായുള്ള നിലപാടുകൾ കൃത്യമായി സ്വീകരിക്കുന്നയാളെന്നുള്ള നിലയ്ക്ക് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കും. 2, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിന്റെ ആ പ്രകടനത്തിന് വോട്ട് ചെയ്യും. പെൻഷൻ 4 മാസത്തെ പെൻഷൻ ഇത്രയും കാലം ഒരു പ്രശ്നവുമില്ലാതെ തുടർന്ന് പോയി. എങ്ങനെ ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ഇവിടത്തെ MP ആയിരിക്കുന്ന മനുഷ്യൻ ഇവിടെ 15 വർഷം MP ആയിരിക്കുന്ന ആളാണ്. കോൺഗ്രസ് അവകാശപ്പെടുന്നു ഞങ്ങളാണ് രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചു മാറ്റി അപ്പുറത്തോട് സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന. പന്നിലാണെങ്കിൽ അങ്ങനെ പറയില്ല. ഓക്കെ, എന്താണ് മണ്ഡലത്തിന്റെ സാധ്യത പറഞ്ഞാട്ടെ? ഈ മണ്ഡലത്തിന്റെ സാധ്യത ഡോക്ടർ ശശി തരൂർ വിജയിക്കും. എന്തുകൊണ്ടെന്നാൽ 2009 99,998 വോട്ട്, 1,00,000 2 വോട്ട് കുറവ്. എന്നാൽ 2014 ആയപ്പോൾ ഭൂരിപക്ഷത്തിന് കുറവ് വന്നു. 2019 ആയപ്പോൾ 99,989, 1,00,000 വോട്ടിന് 11 വോട്ട് കുറവ്. 2009 അന്നത്തെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി കേരളത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് തന്ന ഒരു സംഭാവനയാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം 15 വർഷം കൊണ്ട് ഈ പാർലമെന്റിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു കേന്ദ്രമന്ത്രിക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മണ്ഡലം വിശ്വസിക്കും ശശി തരൂരിനെ. ആണോ? രാജീവ് ചന്ദ്രശേഖർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മോഡി ഗ്യാരണ്ടി തന്നെയാണ്. മോഡി ഗ്യാരണ്ടി കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് 6,000 രൂപ അവരുടെ അക്കൗണ്ട് വരുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് മുദ്രാ യോജന വഴി ഇവിടുത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചെറുകിട പരിപാടികൾ ചെയ്യാനുള്ള സാമഗ്രി തരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള കാരണം മൂന്നാമതും ശശി തരൂർ നിൽക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുവാനുള്ള കാരണം. എന്റെ ചോദ്യങ്ങളൊക്കെ BJP പ്രതിനിധിയെടുത്താണ്. എന്ന് വെച്ചാൽ യുവാക്കൾക്ക് വേണ്ടി അടക്കം കുറെ ഗ്യാരണ്ടി വന്നിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ഈ കുട്ടികളടക്കം സ്പോർട്സിന്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്നതാണ്. സാക്ഷി മാലിക് അടക്കമുള്ള ഇന്ത്യക്ക് വേണ്ടി പതാക ലോകമെമ്പാടും കാണിച്ച ഒരു കായിക താരത്തെ ബ്രിജ് ഭൂഷൺ എന്ന് പറഞ്ഞ കഴിവില്ലാത്തൊരു BJP നേതാവിന് വേണ്ടി തള്ളിപ്പറഞ്ഞവരാണോ യുവാക്കൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി? കൂടാതെ തന്നെ ഈ കുട്ടികളുടെ അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. മണിപ്പൂർ കലാപത്തിൽ യുവതികളടക്കം വിവസ്തരായിട്ട് അവിടെ റോട്ടിൽ കൂടി അലച്ചുകൊണ്ട് നടക്കുന്ന ഇവരാണോ സ്ത്രീകൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്? കൂടാതെ തന്നെ 700ഓളം കർഷകര് സമരത്തിലും മരിച്ചു വീണു. ഇന്ത്യയിലത്തെ ഏറ്റവും അടിസ്ഥാന വിഭാഗപ്പെട്ട കർഷകർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഇവർ കൊടുക്കുന്നത്? ഇവർക്ക് അപ്പൊ പൊതുസമൂഹത്തിൽ വോട്ട് ചോദിക്കാനായിട്ട് ഉളുപ്പുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ചേട്ടാ എന്തോ പ്രതികരിക്കാൻ വന്നു, പറഞ്ഞാട്ടെ എന്താ സാധ്യത? രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനാണ് കൂടുതൽ സാധ്യതയുണ്ട്. അതിന് കാരണം തൊഴിലില്ലാതെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് തിരുവനന്തപുരം ഒരു IT ഹബ്ബായി മാറാൻ രാജീവ് ചന്ദ്രശേഖർ വരണം. വളരെ പെട്ടെന്ന് 30 സെക്കൻഡ്സിൽ താഴെ മാത്രമേ സമയമുള്ളൂ. എന്തുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ മാത്രം പറയാനുള്ള സമയം നമുക്കുള്ളൂ? എന്തുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ എന്ന് ചോദിച്ചാൽ 2009 പന്ന്യൻ രവീന്ദ്രൻ MP ആയി പ്രവർത്തനം അവസാനിപ്പിച്ച കാലത്ത് അവസാനിച്ചു പോയ തിരുവനന്തപുരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ. 1. 2 മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി കേരളത്തിന്റെ ഗ്യാരണ്ടിയാണ് പന്ന്യൻ രവീന്ദ്രൻ. ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഈ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന്റെ മതനിരപേക്ഷതയും അതിന്റെ മതസൗഹാർദ്ദ സ്വഭാവവും സംരക്ഷിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ. എന്തുകൊണ്ട്?
ശശി തരൂർ ഇവിടെ ശശി തരൂർ മാത്രമല്ല ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. എന്തുകൊണ്ട് BJP പ്രകടന പത്രികയിൽ ഞങ്ങൾ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ അഗ്നിപാതിന് വേണ്ടി വോട്ട് ചോദിക്കുന്നില്ല? നോട്ട് നിരോധനം പോലെ ഒരു മണ്ടൻ തീരുമാനമെടുത്ത് ജനങ്ങളെ അല്ലെങ്കിൽ കുഴപ്പിച്ച നോട്ട് നിരോധനം നടപ്പിലാക്കിയത് കൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് സൈനിക സ്കൂളുകൾ ഞങ്ങൾ BJP നേതാക്കൾക്ക് നടത്താൻ കൊടുക്കുന്നു? അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചോദിക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഈ സർക്കാർ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തുന്ന ഇതുപോലുള്ള മണ്ടൻ തീരുമാനങ്ങൾക്കെതിരെ വിധി എഴുതാനുള്ള ഒരു അവസരമാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 2014 മുതൽ 10 വർഷക്കാലം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ ചർച്ച ചെയ്യാണ്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വിദ്യുത് ശക്തി, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കിസാൻ സമ്മാൻ നിധി, ധീരമായ തീരുമാനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ എടുത്തിരിക്കുന്നു. ധീരമായ ഗുജറാത്തിൽ എന്താ പ്രശ്നം? 3 തവണ BJP അധികാരത്തിലേറിയത് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം കടുക്കുകയാണ്. 3 റൗണ്ടുകളിലായി കേരളത്തിലെ 20 മണ്ഡലങ്ങളിലൂടെ നമ്മളുടെ പര്യടനം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. കുരുക്ഷേത്രവും അശ്വമേധവും ഇന്ന് പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ, ഗ്രാമങ്ങളിൽ, തെരുവുകളിൽ നമ്മൾ ചർച്ച ചെയ്ത രാഷ്ട്രീയം നാളെ കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്തും. 26-ാം തീയതി എല്ലാ വോട്ടർമാർക്കും ഒരു നല്ല പോളിംഗ് അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കുരുക്ഷേത്രത്തിന്റെ അവസാന അധ്യായം ഇന്നിവിടെ സമാപിക്കുന്നു. ഇനി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തുക നമ്മളുടെ ചോര തിളയ്ക്കുന്നു എന്ന പുതിയ പരിപാടിയുമായിട്ടായിരിക്കും. വീണ്ടും നമുക്ക് പുതിയ തെരുവു ചർച്ചയിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.